Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ടോസ്റ്റഡ് ബ്രെഡ് ബനാനയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മുട്ടയാണ്. നമ്മൾ എത്രത്തോളം തയ്യാറാക്കി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഒരേ ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരല്പം പാലും കൂടി ഈ ഒരു അളവിൽ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ ഈ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആകുന്നത് പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തേക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ബ്രെഡും കൂടി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ ബ്രെഡും നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല, എങ്കിൽ പിന്നെ പെട്ടെന്ന് ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോകും. കറക്റ്റായിട്ട് നമ്മുടെ തവയെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ബട്ടർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ബട്ടർ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഉരുകി വരട്ടെ. ഫ്ലെയിം ഹൈയിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബട്ടർ ഉരുക്കിയെടുക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് പോകും. നമ്മുടെ ബട്ടറെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെഡെല്ലാം ഒന്ന് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നേരെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഒന്ന് ലോയ്ക്കും ഇടയിൽ മാത്രം ഒന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ബ്രെഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണോ അത്രയും ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വേണ്ടത് അതേ തവയിലേക്ക് തന്നെ നമുക്കൊരല്പം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബട്ടർ എല്ലാം ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി തുടങ്ങും. ലൈറ്റായിട്ടൊന്ന് കളർ കൂടി ഒന്ന് മാറി കിട്ടണം. നമ്മുടെ ഈ പഞ്ചസാര എല്ലാം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയ്ക്ക് വെച്ചിരുന്നാൽ മതിയാവും. പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇതെല്ലാം ഉരുകി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്കിത് നെയ്യിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കാരമലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. നേന്ത്രപ്പഴവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരുപാട് സമയമായിട്ട് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. എത്രത്തോളം നമുക്കിത് ലൂസായിട്ട് വേണോ അത്രത്തോളം നമ്മളിതിലേക്ക് ബട്ടർ മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാരയുടെ അളവൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. പഴമെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടോസ്റ്റഡ് ബ്രെഡിന് മുകളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടോസ്റ്റഡ് ബ്രെഡ് ബനാന റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇങ്ങനെ ജ്യൂസി ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ബ്രെഡും ബനാനയും വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്കിതും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ ആരും മറക്കരുത്. കാരണം ആ കമൻറ്റ്സ് കാണുമ്പോഴാണ് ഒരു പ്രത്യേക പ്രചോദനം ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ
വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.